മോർണിംഗ് ഷോയിൽ ഇന്നു മുതൽ നമ്മളൊരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുന്നു. ദേശവിശേഷം. എന്താണ് ദേശവിശേഷം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എസ്.കെ. പൊറ്റക്കാടിൻ്റെ വളരെ വിഖ്യാതമായ ഒരു നോവലുണ്ട്, ഒരു ദേശത്തിൻ്റെ കഥ. നിങ്ങൾക്കറിയാം, ഓരോ നാടിനും ഓരോ കഥ പറയാനുണ്ടാകും. ഓരോ നാടും നെഞ്ചോട് ചേർത്ത ആളുകളും അവിടെ ഉണ്ടാകും. വളരെ രസകരമായ കഥകളുള്ള, പെരുമയുള്ള, വ്യത്യസ്തയുള്ള, വൈവിധ്യമുള്ള ദേശങ്ങളുടെ പുരാവൃത്തവും കഥയും അനാവരണം ചെയ്യുന്ന പരിപാടിയാണ് ദേശവിശേഷം. കൗതുകം തോന്നുന്ന പല സ്ഥലപ്പേരുകളുമുണ്ട് നമ്മുടെ നാട്ടിൽ. തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്. ഊരമ്പ് മുതൽ കുട്ടപ്പു വരെ എത്രയെത്ര സ്ഥലങ്ങളുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു UK ഉണ്ട്, നിങ്ങൾക്കറിയാം, യുണൈറ്റഡ് കിങ്ഡം. UK വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇത് ഉച്ചക്കടയെന്ന് തന്നെ പേര് പറഞ്ഞത്. അതന്നെയാണ്, നമുക്കറിയത്തില്ല. UK എന്നൊന്നും ഇതുവരെ പ്രശസ്തമായില്ല. ആണോ? ഞാൻ ഈ നിൽക്കുന്നത് UK-യിലാണ്. യുണൈറ്റഡ് കിങ്ഡം അല്ല, ബാലരാമപുരത്തുകാരുടെയും നെയ്യാറ്റിൻകരക്കാരുടെയും ഒക്കെ UK. സാക്ഷാൽ ഉച്ചക്കട. പറഞ്ഞു വന്നത് ഉച്ചക്കടയുടെ കഥയാണ്. ബാലരാമപുരത്തിനും വിഴിഞ്ഞത്തിനും ഇടയിലുള്ള കൊച്ചു സ്ഥലം. ഉച്ചക്കട എന്ന പേര് വന്നതിൽ ഈ നാട്ടുകാരുടെ ജീവിതം തന്നെയാണ് കാരണം. തമിഴ്നാട് അതിർത്തി വരെയും അമ്പൂരി വരെയും ഒക്കെ ആളുകൾ തലയിൽ കുട്ട ചുമന്ന് മീൻ വിൽക്കാൻ പോയിരുന്ന കാലം. കുട്ടകാലിയായി കച്ചവടം അവസാനിപ്പിച്ചു വരുമ്പോൾ നേരം ഉച്ചയോടടുക്കും. അങ്ങനെയുള്ളവർക്കായി ഉച്ചയ്ക്ക് ചന്ത കൂടി. അങ്ങനെ ഉച്ചയ്ക്ക് ചന്ത കൂടിയിരുന്ന സ്ഥലം ഉച്ചക്കടയായി. കാട്ടാക്കട ആര്യനാട് നടന്നാണ് യാത്ര ചെയ്ത് മീനും കൊണ്ട് പോണത്. പോയി വിറ്റ് വന്നിട്ട് അവിടെ വിശ്രമിച്ചത് കൊണ്ടായിരിക്കും അതിന് ഉച്ചക്കട എന്ന് പേര് വന്നത്. കാലങ്ങൾ കൊണ്ട് ഉച്ചയ്ക്ക് ചന്ത കൂടുന്നത് കൊണ്ട് ഉച്ചക്കടയെന്ന് പേര്. പിന്നെ ഇവിടെ നിന്ന് 20 കിലോമീറ്റർ മാറി അപ്പുറത്ത് ഒരു ഉച്ചക്കടയുണ്ട്. അപ്പുറത്തെ ഉച്ചക്കട എന്ന് പറഞ്ഞാൽ പഴയ ഉച്ചക്കട എന്ന് പറയും, പൂവാർ ഉച്ചക്കട. ഇന്നാട്ടുകാരുടെ വിശപ്പകറ്റിയ കപ്പയും തേങ്ങയും എല്ലാം അന്ന് ഉച്ചച്ചന്തയിലെ സമൃദ്ധിയായിരുന്നു. രാവിലെയാണ് മാർക്കറ്റ്. രാവിലെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ 10-40 വണ്ടിക്കാളാൻ മരിച്ചിനി മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആൾക്കാരും ഉണ്ടായിരുന്നു. ഇപ്പോഴും 4 ചുറ്റ് മാർക്കറ്റ് ആയപ്പോഴും ഇല്ല. പക്ഷെ കാലം മാറിയപ്പോൾ ഉച്ചക്കട എന്ന പേര് മാറി തുടങ്ങി. ന്യൂ ജനറേഷന് ഉച്ചക്കടയല്ല, UK ജംഗ്ഷനാണ്. ഇപ്പോൾ ഉച്ചക്കടയുടെ ഷോർട്ട് ഫോമായിട്ട് യുവും കെയും കൂടി ചേർത്ത് നമ്മൾ പുതിയ ട്രെൻഡിങ് പേരായിട്ട് മാറുമല്ലോ UK എന്നുള്ളത്. UK ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കട തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. ഉറപ്പായിട്ട് ഈ പുതിയ തലമുറ ഈ പേര് അംഗീകരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു സ്വീകാര്യം വന്നിട്ടുണ്ട്. അങ്ങനെതാ ഈ ചന്ത കാരണം ഈ നാടിന് ഉച്ചക്കട എന്ന പേര് വീണു. ഒരുപക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ UK എന്നോ UK ജംഗ്ഷൻ എന്നൊക്കെയോ ഈ നാട് അറിയപ്പെട്ടേക്കാം. തൊട്ടപ്പുറത്ത് സിസിലിപുരവും ഇടിച്ചക്കപ്ലാമൂടുമൊക്കെയുണ്ട്. വരും ദിവസങ്ങളിൽ ആ സ്ഥലപ്പേരുകളുടെയും കഥകൾ കാണാം. ക്യാമറമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.